അർജൻറ്റീന നാഷണൽ ഫുട്ബോൾ ടീം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് ആളുകളിൽ ഞാനും പെടും. ഞാൻ ബ്രസീൽ ഫാനാണ്. ഞാൻ കിട്ടുന്നിടത്തുനിന്നൊക്കെ അർജൻറ്റീനയെ കളിയാക്കിയിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളെ കളിയാക്കൽ, കുറ്റപ്പെടുത്തലുകൾ, ട്രോളലുകൾ, അത് ഇനി ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും വാട്സാപ്പിലാണെന്നുണ്ടെങ്കിലും നാട്ടിലത്തെ നമ്മളെ ഗ്രൂപ്പ് കൂടിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മളെ സുഹൃത്തുക്കളോട് നേരിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാലത്ത് ഒരുപാട് വർഷത്തെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും അങ്ങനെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് പുനർജീവിച്ച ഫുട്ബോൾ ടീം അല്ലേ അർജൻറ്റീന. ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള ഒരുപാട് താരങ്ങൾ, ഡിമരിയെ പോലെ, അഗ്വേറോയെ പോലെ അങ്ങനെ ഓരോരോ പൊസിഷനിലും മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും ഒരു ട്രോഫി മാത്രം അവരിൽ നിന്ന് അകന്നു നിന്നു. വേൾഡ് കപ്പ് മാത്രമല്ല, വേൾഡ് കപ്പ്, കോപ്പ അങ്ങനെ ഒരുപാട് ടൂർണമെൻറ്റുകൾ കളിച്ചിട്ടും ഭാഗ്യം മാത്രം ഇല്ലാതെ പോയ അവർക്ക് രാജ്യാന്തര ട്രോഫി എന്നുള്ളൊരു സ്വപ്നം ഒരുപാട് വർഷങ്ങളോളം, 28 26 വർഷങ്ങളോളം അവരിൽ നിന്ന് അകന്നു നിന്ന്. മെസ്സിയൊക്കെ ഓരോ ടൂർണമെൻറ്റ് കഴിയുമ്പോഴും കരയുക. ചിലപ്പോൾ ഫൈനലിലേക്കാരും തോറ്റിട്ടുണ്ടാവുക. ചിലിനോട്ടൊക്കെ 2 ഫൈനലേറ്റ കോപ്പ അമേരിക്കയിൽ അടുപ്പിച്ച് തോറ്റിക്കും. അങ്ങനെ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവലുണ്ട് അർജൻറ്റീന. ഈ പറഞ്ഞ് കളിയാക്കിയ ആളുകൾക്കൊക്കെ മറുപടി കൊടുത്തിട്ട്, ഈ ട്രോളി ആൾക്കാരെ കൊണ്ടൊക്കെ കൈയടുപ്പിച്ചിട്ട്, ഈ പറഞ്ഞ ആളുകളൊക്കെ കൂടുതൽ ടീമിനെ വെറുത്ത ആളുകളോടൊക്കെ ടീമിനെ ഇഷ്ടപ്പെടുത്തിച്ച ഒരു നാഷണൽ ടീം, അതാണ് ഇപ്പോഴത്തെ അർജൻറ്റീന. അങ്ങനെ ഏവരും കൊതിക്കുന്നൊരു ടീമായി മാറി ഇപ്പോൾ അർജൻറ്റീന, അതുപോലൊരു ടീമിനെ കിട്ടാൻ. കാരണം കെട്ടുറപ്പാണ് ആ ടീമിന് ഇപ്പോൾ ഉള്ളത്. കെട്ടുറപ്പ്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്ലേയേഴ്സുള്ള, സ്റ്റാൻഡേർഡായിട്ടുള്ള നല്ല യൂറോപ്യൻ ലീഗിലൊക്കെ കളിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇപ്പോൾ നിലവിലും എല്ലാ ടീമിനും ഉണ്ട്. പക്ഷേ അർജൻറ്റീന ടീമിൻ്റെ കെട്ടുറപ്പാണ് അവരെ ഇപ്പോൾ ഈ ഒരു നിലയിലെത്തിച്ചത്. കോപ്പ അമേരിക്ക നേടി, പിന്നെ വേൾഡ് കപ്പ് നേടി. ഇപ്പോൾ ഈ കോപ്പ അമേരിക്കയിൽ മികച്ച നിലയിലാണുള്ളത്. അങ്ങനെ 2-3 ട്രോഫിയാണ് പഠിപ്പിച്ച് നേടിയത്. ഇതിൻ്റെയൊക്കെ ബാക്കിൽ അവരുടെ കെട്ടുറപ്പാണ്. തളർന്ന് കടന്നെന്ന് പറഞ്ഞാൽ 10-28 വർഷത്തെ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളൊക്കെ സഹിച്ചിട്ട് പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആ രാജ്യത്തിലെ ആൾക്കാരെ പിന്നെ അവസ്ഥ പിന്നെ പറയണ്ട, ഫാൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ സഹിച്ച് ക്ഷമിച്ച് നിന്നെങ്ങാണ്ട് ഇപ്പോൾ ഒരു പെരുന്നാളാണ് വന്നിരിക്കുകയാണ്. അതൊരു 1.5 പെരുന്നാൾ, ഒരു തീരാത്ത പെരുന്നാളാണ് ഇപ്പോൾ. കഴിഞ്ഞ വേൾഡ് കപ്പ്, കഴിഞ്ഞ കോപ്പ, പിന്നെ മറ്റേ ട്രോഫി, അങ്ങനെ 2-3 ട്രോഫികൾ അടുപ്പിച്ച് നേടിപ്പോൾ. ഇപ്പോഴും ഈ കോപ്പ അമേരിക്കയിൽ മികച്ച ടീം ഓല തന്നെയാണെന്ന് ഞാൻ പറയും. ബ്രസീലിനെക്കാട്ടിൽ മികച്ച ടീം ഓലാണെന്ന് ഞാൻ പറയും. ഞാൻ ബ്രസീൽ ഫാനാണ്. ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് അർജൻറ്റീന ഫാൻസിനെയും ടീമിനെയും മെസ്സിനൊക്കെ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. അത് നമ്മളെ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. കളി വരുമ്പോൾ അങ്ങോട്ടും ട്രോളലും കളിയാക്കലും അത് അതിൻ്റേതായിട്ടുള്ള രസത്തിൽ അങ്ങനെ പോകും. അല്ലാതെ മെസ്സി ഒരു മോശം കളിക്കാരനായിട്ടോ അർജൻറ്റീന ഒരു മോശം ടീമായിട്ടോ, അതേമാതിരി അർജൻറ്റീന ഫാൻസ് ബ്രസീൽ ഒരു മോശം ടീമായിട്ടോ, നെയ്മർ ഒരു മോശം കളിക്കാരനായിട്ടോ നല്ല പരസ്പരം ട്രോളൽ, അത് രസം. അത് അതിൻ്റേതായിട്ടുള്ള രസത്തിൽ അങ്ങനെ പോകണം. അത് വേണം. അല്ലെങ്കിൽ രസമല്ല, ഒരു വാശിയും വൈരാഗ്യമൊക്കെ ഫാൻസിൻ്റെ ഇടയിൽ, നമ്മുടെ നാട്ടുകാരെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ എപ്പോഴും വേണം. പക്ഷെ നമ്മൾ ഒരു കളിക്കാർ, ഒരു പ്ലെയർ, അല്ലെങ്കിൽ ഒരു ടീം, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ മെസ്സിൻ്റെ ലെവലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലാണ്. ബാലൻഡിയോറൊക്കെ ഒരുപാട് നേടി, ഒരു ട്രോഫി, രാജ്യാന്തര ട്രോഫി മാത്രം കയ്യിൽ നിന്ന് ഒരുപാട് വട്ടം വേദി വീണ്, പിന്നീട് അത് കിട്ടിയപ്പോൾ ഒരു 1.5 കിട്ടൽ നിരന്നാണ് കിട്ടി. ഈ കോപ്പ അമേരിക്കയിലെ മികച്ച ടീം അർജൻറ്റീനയാണ് പിന്നെയും പറയാൻ കഴിയും. കാരണം ടീം സെറ്റാണ്, ഓരോ കെട്ടുറപ്പ് അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഞാനീ പറയുന്ന വീഡിയോ ഒരു കണ്ടകം വീഡിയോ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് അറിയാലോ. ഇനിയിപ്പോൾ പറഞ്ഞാലപ്പോൾ ടീം പോയി അറിയാലോ, എന്നാ മാതിരി ആവുമെന്നില്ല, അറിയില്ല. ഏതായാലും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും സഹിച്ചതിന് ശേഷം 26 27 വർഷത്തിനൊക്കെ ശേഷം അവർക്ക് കിട്ടിയ ഒരു സ്വപ്നങ്ങൾ, അവർക്ക് വന്നൊരു നല്ല മുഹൂർത്തം അവരാസ്വദിക്കുകയാണ്. കളിക്കാരാണെന്നുണ്ടെങ്കിലും ഫാൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അവർ പരമാവധി എൻജോയ് ചെയ്യുകയാണ്. ഒരുപാട് സഹിച്ചതല്ലേ, മറ്റുള്ള എല്ലാ ഫാൻസും എടുത്തിട്ട് അലക്കാക്കരല്ലേ. എവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ അവിടെയും തോരുണ്ടാവില്ല, നാട്ടിൽ കണ്ടാൽ അവിടെയും തോരുണ്ടാവില്ല. അങ്ങനെയല്ലേ എല്ലാതും സഹിച്ച് ക്ഷമിച്ച് വന്നിട്ട് ഇപ്പോൾ കിട്ടിയ പെരുന്നാൾ, അതൊരു പെരുന്നാൾ, 1.5 പെരുന്നാളാണ്, തീരാത്ത പെരുന്നാൾക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാ അർജൻറ്റീന ഫാൻസിനും പരമാവധി എൻജോയ് ചെയ്യുകയാണ് ഈ ഒരു ടൈം. അവർക്ക് ഏറ്റവും മികച്ചൊരു ടീമാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഈ കോപ്പയും അവർക്ക് സിമ്പിളായിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ അർജൻറ്റീനൻ്റെ ഈ ഒരു തേരോട്ടം അർജൻറ്റീന ഫാൻസ് ആസ്വദിക്കാണ് ശരിക്കും. ഇപ്പോൾ ബ്രസീലിൻ്റെ ടീമിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്, എല്ലാ ക്വാളിറ്റിയിലെ പ്ലേയേഴ്സ് ഉണ്ട്. ഓരോരോ മികച്ച ക്ലബ്ബിൽ കളിക്കുന്ന, നല്ല മാർജിനിൽ കളിക്കുന്ന നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ടീമിന് കെട്ടുറപ്പില്ല.
ആരൊക്കെ കളിക്കണു, ആരൊക്കെ കളിച്ചാതിരിക്കണു, ആരൊക്കെ പോകണു, അതിൻ്റെ ഇടയിൽ നെയ്മറിന് പരിക്കായിട്ട് കളിച്ചാൻ കോലല്ല. അങ്ങനെ ഒരു സ്പ്രെഡായിട്ട് കിടക്കുകയാണ് ബ്രസീലിൻ്റെ ടീം. സെറ്റാവണില്ല. മികച്ചൊരു കോച്ചില്ല, അതന്നെ മെയിൻ പ്രശ്നം. അർജൻറ്റീനക്ക് കിട്ടിയൊരു മുതലാണത് സ്കലോണി. അതാണ് ഏറ്റവും മികച്ച മുതൽ, ആദ്യത്തെ മുതൽ. അതിന് ശേഷമാണ് ബാക്കി. അദ്ദേഹം വന്നപ്പോഴാണ് ആകെ അടിമുടി മാറൽ തുടങ്ങിയത് ടീം. സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി, സ്വപ്നങ്ങളൊക്കെ അവസാനിച്ച് എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അർജൻറ്റീന ടീം. അങ്ങനെ എല്ലാം കൊണ്ടും മികച്ചൊരു സമയത്തിലൂടെയാണ് ഇപ്പോൾ അവരുടെ ഫാൻസൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ബ്രസീൽ ഫാനായ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അർജൻറ്റീനയെ കുറിച്ച്. നമ്മളിപ്പോൾ കളി അർജൻറ്റീനയുടെ ആണെങ്കിലും ബ്രസീലിൻ്റെ ആണെങ്കിലും കളിയൊന്നും മിസ്സാക്കലില്ലല്ലോ. നമ്മൾ കാലാകാലമായിട്ട് കാണുന്നതാണ്. നമ്മളൊക്കെ റൊണാൾഡീനോ കക്കൊക്കെ കളിച്ചിട്ടൊന്ന് ബ്രസീൽ ഫാനായ ആളാണ്. അന്നത്തെ ബ്രസീൽ ടീമിൻ്റെ അയലോക്കത്ത് ഇപ്പോഴത്തെ ബ്രസീലിൻ്റെ ടീം വരില്ല. എന്താ ഇപ്പോഴത്തെ ബ്രസീലിൻ്റെ ടീമിൻ്റെ ഒക്കെ അവസ്ഥ? അതേമാതിരി നല്ലൊരു ടൈമിൽ അന്നൊക്കെ ബ്രസീലിൻ്റെ നല്ല ടൈമായിരുന്നു. അതേമാതിരി ഒരു ടൈമിലാണ് ഇപ്പോൾ അർജൻറ്റീന ഉള്ളത് അല്ലേ?